ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. 21 ഡേയ്സ് സ്റ്റഡി ചലഞ്ചിൽ ഡേ 1 ആണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. ഇന്നത്തെ ദിവസം ഞാൻ 3 ടാർഗറ്റുകളാണ് വെച്ചിട്ടുള്ളത്. ആ ടാർഗറ്റ് ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാനാണ് എൻ്റെ എയിം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യ ദിവസമായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അങ്ങനെ പഠിച്ച് തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എന്നാലും എനിക്ക് പഠിച്ച് തീർക്കാൻ പറ്റി എന്നാൽ തന്നെയാണ് തോന്നുന്നത്. എങ്കിലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ രാവിലെ 6 മണിക്ക് ആയപ്പോഴേക്കും ഞാൻ എഴുന്നേറ്റ് മാത്സ് പഠിക്കാൻ തുടങ്ങിയായിരുന്നു. മാത്സിലെ ഒരു ചാപ്റ്റർ ആണ് പഠിക്കാനുണ്ടായത്. അപ്പോൾ പഠിക്കാനായിട്ട് ഞാൻ തന്നെ വെച്ചത്. അപ്പോൾ ആ ചാപ്റ്റർ ഞാൻ അങ്ങനെ ചെയ്ത് പഠിക്കുകയാണ്. അപ്പോൾ രാവിലെ ആയതുകൊണ്ട് നമുക്ക് ചെയ്ത് പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ തിയറി ടൈപ്പായിട്ട് പഠിക്കുകയാണെങ്കിൽ ബോട്ടണിയൊക്കെ പഠിക്കാൻ എടുത്തേക്കാണെങ്കിൽ നമ്മൾ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഒരു അരമണിക്കൂറും വേണ്ട, അതിനു മുമ്പ് തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് ബേണൗട്ടാവും. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നമ്മളെ മാത്സ് കൊണ്ട് തുടങ്ങി. അപ്പോൾ പിന്നെ ചായയും കൂടി ഉണ്ടായിരുന്നു രാവിലെ, അതുകൊണ്ട് നമ്മളൊരു ചായയും കൂടിയൊക്കെ കുടിച്ചിട്ടാണ് നമ്മൾ കണക്കൊക്കെ ചെയ്ത് തീർത്തത്. അങ്ങനെ ഏകദേശമൊക്കെ നന്നായിട്ട് തറായിട്ട് തന്നെ എൻ്റെ മനസ്സിലേക്ക് ഞാൻ കയറ്റിയിട്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇനിയും കുറച്ച് ദിവസം കഴിയുമ്പോൾ എടുക്കുമ്പോൾ എന്താവുമെന്നൊന്നും എനിക്കറിയില്ല. എങ്കിലും നമ്മൾ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ തന്നെ ചെയ്ത് പഠിച്ചിട്ടുണ്ട്. ഞാൻ ടു ഡു ലിസ്റ്റ് തലേ ദിവസം തന്നെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചലഞ്ചിന് നല്ല രീതിയിൽ പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. എല്ലാ ദിവസവും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഫിസിക്സ് പഠിക്കാനായിട്ട് പോയായിരുന്നു. ഫിസിക്സ് ആയിരുന്നു എൻ്റെ അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത്. അതിലെ ഒരു ചാപ്റ്റർ തീർക്കാമെന്നാണ്. അങ്ങനെ ഓരോ ബാക്ക്ലോഗ്സ് ആയിട്ട് തീർത്ത് പോരാനാണ് എൻ്റെ പ്ലാൻ. എനിക്ക് ഒരുപാട് ഇങ്ങനെ ഭയങ്കരമായിട്ടൊന്നും ബാക്ക്ലോഗ്സ് ഇല്ലെങ്കിലും അത്യാവശ്യം ഉണ്ട് ബാക്ക്ലോഗ്സ്. കെമിസ്ട്രിക്കാണ് കുറച്ച് കൂടുതലായിട്ട് ബാക്ക്ലോഗ്സ് ഉള്ളത് മറ്റ് സബ്ജക്റ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. കെമിസ്ട്രിയും ബോട്ടണിയാണ്. അപ്പോൾ അത് ആ ബാക്ക്ലോഗ്സ് പെട്ടെന്ന് തീർത്തില്ലെങ്കിൽ എൻ്റെ പണി കിട്ടും എന്നെനിക്ക് മനസ്സിലായി. അതുകൊണ്ട് വേഗം തന്നെ പഠിച്ച് തീർത്തില്ലെങ്കിൽ ഞാൻ പണി എറിഞ്ഞു മേടിക്കും. അപ്പോൾ അത് അങ്ങനെ നമ്മൾ ഫിസിക്സും പഠിച്ച് തീർത്തു ഏറെക്കുറെയൊക്കെ. എന്നാലും എവിടെയൊക്കെയോ ഒരു സംശയങ്ങളുണ്ട്. ഞാൻ ഓൾറെഡി ഇതിക്ക് മുമ്പ് ഓൾറെഡി ടീച്ചർ പഠിപ്പിച്ചായിരുന്നു. അതുകൂടാതെ ഞാൻ ക്ലാസ് കണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പഠിക്കാൻ പോയത്. അല്ലാതെ നേരിട്ട് തന്നെ പഠിക്കുന്നതല്ല. ക്ലാസ് ഓൾറെഡി നമ്മൾ കേട്ടിട്ടുണ്ടാകും. എന്നാലും നമുക്ക് ചെറിയ രീതിയിലൊക്കെ ഓരോ മുക്ക് മൂലയിലായാലും നമുക്ക് എന്തായാലും സംശയങ്ങൾ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ആ ഒരു സംശയങ്ങളോട് തീർത്ത് ക്ലാസ് കണ്ടിട്ടാണ് ഞാനിത് പഠിക്കാൻ വന്നത്. അതായത് 3 പ്രോസസ്സിലൂടെയാണ് ഞാൻ ഈ ഒരു ചാപ്റ്റർ പഠിച്ചത്. അതായത് നമുക്കറിയാമല്ലോ, എന്തായാലും അത്യാവശ്യം വരുന്നോറും ഓരോ ചാപ്റ്റർ എക്സ്പ്ലനേഷൻ വരുമ്പോൾ ടഫായിട്ടാണ് തന്നെ. അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങൾ അറിഞ്ഞിരുന്നിട്ട് വേണം പഠിക്കാൻ. അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ട് തലയിലൊന്നും കയറാൻ പോകുന്നില്ല. നമ്മളിപ്പോൾ ഒരു ആഴ്ച കഴിഞ്ഞാൽ അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ എടുത്ത് നോക്കുമ്പോൾ ഇതെന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ട് എന്താണ് നമ്മളിപ്പോൾ റീകോയിൽ വെലോസിറ്റി ഓഫ് കണ്ടത് എന്താണെന്ന് കാര്യമെന്ന് നമ്മൾ മനസ്സിലാക്കി തന്നെ പഠിക്കാൻ ശ്രമിക്കാം. പിന്നെ എനിക്ക് കെമിസ്ട്രി കൂടി പഠിക്കാനുണ്ടായിരുന്നു. കെമിസ്ട്രി ആയിരുന്നു എൻ്റെ 3ാമത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത്. കെമിസ്ട്രി ഞാൻ ഓൾറെഡി ക്ലാസ് 1 മണിക്കൂർ കണ്ട് തീർത്തിട്ടുണ്ടായി. 2 മണിക്കൂറും എത്രയോ മിനിറ്റ്സ് ആയിരുന്നു ആ ഒരു ലൈവ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ലൈവ് 1 മണിക്കൂർ ഓൾറെഡി 1 മണിക്കൂറും എത്രയോ മിനിറ്റും 12 മിനിറ്റോ 20 മിനിറ്റിൻ്റെ അടുത്ത് ഞാൻ കണ്ട് തീർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി 1 മണിക്കൂർ കൂടി എനിക്ക് കാണാനുണ്ടായിരുന്നു. അപ്പോൾ ആ 1 മണിക്കൂറും കൂടി ഞാൻ അങ്ങനെ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കി കാണാണ്. പഠിക്കൽ ഉണ്ടോയെന്ന് ചോദിച്ചാൽ അത് ഷോർട്ട് നോട്ട്സ് പോലെ പ്രിപ്പയർ ചെയ്തിട്ട് എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കി എടുക്കാൻ പറ്റണ്ടോയെന്ന് അറിഞ്ഞിട്ട് ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി തീർത്തിട്ടാണ് ഞാനിത് പഠിക്കുകയുള്ളൂ. അപ്പോൾ എങ്കിലും എനിക്ക് അത്യാവശ്യമൊക്കെ തീർക്കാൻ പറ്റിയിട്ടുണ്ട്. നിങ്ങൾ തുടങ്ങുമ്പോൾ ഒരുപാട് അങ്ങോട്ട് നിറച്ച് കുത്തിയൊന്നും ടാർഗറ്റ് കൊടുക്കരുത്. നമ്മൾ പഠിക്കില്ല. അപ്പോൾ നിങ്ങൾ ചെറിയ രീതിയിലൊക്കെ, അതായത് ഇപ്പോൾ ഒരു ചാപ്റ്റർ പഠിക്കാനോ അല്ലെങ്കിൽ 2 ചാപ്റ്ററൊക്കെ പഠിക്കാനായിട്ട് ചെറിയ രീതിയിൽ ടാർഗറ്റ് കൊടുക്കാൻ ശ്രമിക്കുക. വലിയ രീതിയിലൊക്കെ ടാർഗറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റില്ല. നമ്മൾ ഭയങ്കരമായിട്ട് ബേണൗട്ടാവും. നമ്മൾ പെട്ടെന്നൊരു ദിവസം നമ്മൾ ഇത്ര ദിവസം പഠിക്കണം, ഇത്ര സബ്ജക്റ്റ് പഠിക്കണം, ഇത്ര നേരം പഠിക്കണം എന്നൊക്കെ നമ്മൾ പെട്ടെന്ന് എടുക്കുകയാണെങ്കിൽ നമുക്കത് നമ്മുടെ ബ്രെയിൻ കപ്പാസിറ്റി ഉണ്ടാവില്ല പെട്ടെന്ന് നമ്മൾ ചെയ്യുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഇത് പതുക്കെ നമ്മൾ ഓരോ ദിവസം കൂടുന്തോറും സമയം കൂട്ടി ഡെവലപ്പ് ചെയ്ത് ഓരോ മണിക്കൂറും കൂട്ടി നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കാം. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ നാളെ ഡേ 2 ആയിട്ട് വരുന്നതാണ്.